നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് പറയാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ ഇന്ന് നമ്മൾ തൊഴിൽ വീതി ചാലഞ്ചിന്റെ ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തൊഴിൽ വീതി ചാലഞ്ചിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ആഴ്ചത്തെ തൊഴിൽ വീതി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ലഭിക്കുന്ന തൊഴിൽ വീതി ശനിയാഴ്ചക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്ത് ഞായറാഴ്ച ഒരു ടെസ്റ്റും കൂടി വയ്ക്കും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, തൊഴിൽ വീതി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പുതുതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. 10th ലെവല്, ഡിഗ്രി ലെവല്, അതുപോലെ തന്നെ +2 ലെവല് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് തൊഴിൽ വീതി ചാലഞ്ച്. അപ്പോൾ നിങ്ങളെ കൊണ്ട് തൊഴിൽ വീതി വാങ്ങിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തൊഴിൽ വീതി വാങ്ങിക്കുക. ഇല്ലാത്തവരാണ്, നിങ്ങളതിൽ തൊഴിൽ വാർത്തയാണ് ഇരിക്കുന്നത്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ കോഴ്സിലേക്ക് കയറുക. ₹1 പോലും ഫീസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴിൽ വീതിക്കകത്തുള്ള PSC വാർത്തകളെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിന്റെ ഒരു ഉത്തരമെന്ന രീതിയിലാണ് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ളത്. 711 ഒഴിവുകൾ കൂടി ആകെ 1010 ഒഴിവുകളായി CPO. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൽ നിലവിലും എന്ത് ചെയ്യാണ്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 711 ഒഴിവുകൾ കൂടി നിലവിൽ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ 1010 ഒഴിവുകൾ ഇതുവരെ ആയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വാർത്തയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിവിൽ പോലീസ് ഓഫീസർമാരുടെ 711 ഒഴിവുകൾ കൂടി PSCയിൽ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലായിട്ട് ഡിസംബർ 21-നാണ് ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം 1010 ആയിട്ട് മാറിയിട്ടുണ്ട്. ഉടൻ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ ഒഴിവുകൾ നികത്തും. അപ്പോൾ ഈ ഒഴിവുകളെല്ലാം നികത്താനായിട്ട് പോകുന്നത് നിലവിൽ വരാനായിട്ട് പോകുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. 323 ഒഴിവുകളാണ് MSPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 203 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 185 അന്നിങ്ങനെ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എത്രയൊക്കെയാണെന്ന് ഓരോ ജില്ലയിലും വെച്ച് നോക്കാം. തിരുവനന്തപുരം അല്ലെങ്കിൽ SAP സ്പെഷ്യൽ ആംഡ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 50 ഒഴിവുകൾ മാത്രമാണ്. എന്നാൽ മലപ്പുറം ജില്ല MSPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 324 ഒഴിവുകളാണ്. എറണാകുളം അല്ലെങ്കിൽ KAP 1 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 91 ഒഴിവുകളാണ്. തൃശ്ശൂർ KAP 2 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 25 ഒഴിവുകളാണ്. പത്തനംതിട്ട KAP 3 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 221 ഒഴിവുകളാണ്. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ അത് 211 ഒഴിവുകളാണ്. ഇടുക്കി ജില്ലയിൽ 88. അങ്ങനെ ആകെ മൊത്തത്തിൽ 1010 ഒഴിവുകളാണ് നമുക്ക് ഇതുവരെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാർത്ത നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് കടക്കാം. ഈ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ്. രണ്ടാമത്തെ വാർത്ത ഹെഡിങ് ഇതാണ്: കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു. 92 ഒഴിവുകൾ കൂടി വന്നിട്ടുണ്ട്. അത് റദ്ദായ ലിസ്റ്റിൽ നിന്ന് നികത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനി ബോർഡിന്റെ ഒഴിവുകൾ അവസാനിപ്പിച്ച കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ നമുക്ക് 92 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് കഴിഞ്ഞ റദ്ദായ ലിസ്റ്റിൽ നിന്ന് വരുമെന്നാണ് PSC പറയുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഇങ്ങനെയൊക്കെയാണ്: കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 ഒഴിവ്, വാട്ടർ അതോറിറ്റിയിൽ 2, KSFയിൽ 2, പിന്നെ വാട്ടർ അതോറിറ്റിയിൽ തന്നെ വീണ്ടും 8 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 ഒഴിവ്, KSEBയിൽ 2, ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 2, KSFയിൽ 45 ഒഴിവുകൾ 30-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. വാട്ടർ അതോറിറ്റിയിൽ വീണ്ടും 2 ഒഴിവുകൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ 67 ഒഴിവുകളാണ് 399/2017 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 400/2017 എന്ന് പറയുന്ന കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 25 ഒഴിവുകളാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ 92 ഒഴിവുകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ റദ്ദായ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഈ ഉദ്യോഗാർത്ഥികൾ 92 പേരെ എടുക്കുക. ഓക്കെ,
അതുപോലെ തന്നെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നമ്മൾ പറഞ്ഞതാണ് യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ കോഴ്സിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ പുറത്തു നിന്നൊന്നും പഠിക്കാനായിട്ട് വേണ്ടി വരത്തില്ല. കാര്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല എന്ന് വെച്ചാൽ തൊഴിൽവീതി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുക. SCRT പോയിന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ടോപ്പിക് വൈസ് പഠിക്കുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ കോഴ്സിലേക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കൂടി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡിന്റെ അപേക്ഷ 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 253 തസ്തികകളിലേക്കായിട്ട് മെഗാ വിജ്ഞാപനത്തെ തുറന്നുകൊണ്ട് PSC വെബ്സൈറ്റിൽ അപേക്ഷകരുടെ വൻ തിരക്കാണ് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അവസാന തീയതി ഫെബ്രുവരി 1 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 1 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഡിസംബർ 30, 31 ഗസറ്റ് തീയതികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച 253 തസ്തികയിലേക്കുള്ള അപേക്ഷാ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ തുടങ്ങിയത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ വെബ്സൈറ്റിൽ വലിയ തിരക്കാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അവസാന ദിവസങ്ങളിലേക്ക് വയ്ക്കാതെ നേരത്തെ തന്നെ എത്രയും വേഗം അപേക്ഷകൾ അയക്കുന്നത് നന്നായിരിക്കും. കാര്യം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും സൈറ്റ് ഹാങ് ആവാൻ തുടങ്ങും. അപേക്ഷ അയക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയുന്നത് യൂണിവേഴ്സിറ്റി LGSൽ ഏകദേശം 1000-ൽ കൂടുതൽ വേക്കൻസികൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായ ഡിഗ്രി ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക, എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. 1000-ൽ കൂടുതൽ വേക്കൻസികൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൽ റിപ്പോർട്ട് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ യൂണിഫോം ജോലികളിലും ടൈപ്പിസ്റ്റ് ജോലികളിലും സാധ്യത എന്ന് പറയുന്നുണ്ട്. പുതിയ സിവിൽ പോലീസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്, സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്, ട്രെയിനിയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അല്ലാത്തതും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടറും സിവിൽ പോലീസ് ഓഫീസറും WCPO ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 6 ലക്ഷം അപേക്ഷയാണ് ഇതുവരെ പോയിട്ടുള്ളത്. 2018-നെക്കാളും 1.93 ലക്ഷം അപേക്ഷകർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 6 ലക്ഷം ആൾക്കാർ കോമ്പീറ്റ് ചെയ്യാനുണ്ട്. ടഫായിരിക്കും എക്സാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക. അതുപോലെ തന്നെ KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പരീക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സിലബസിൽ ഉണ്ടായ ചെറിയ മാറ്റങ്ങൾ പരീക്ഷയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്. 560 സംതിങ് ആൾക്കാർ, ഏകദേശം 508 പേരാണ് ഈ ഒരു പരീക്ഷ എഴുതാനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് ഇനി തിരഞ്ഞെടുപ്പുകൾ നടപടികൾ ഉണ്ടാവത്തുള്ളതെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. എന്തായാലും KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പരീക്ഷ നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ PSCയുടെ പുതിയ 8ാമത്തെ ഓൺലൈൻ സെന്റർ കോട്ടയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൺലൈൻ പരീക്ഷകളുടെ കാലമാണ്. ഓൺലൈൻ എക്സാംസുകൾ ആവശ്യം പോലെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഓൺലൈൻ എക്സാംസ് കൂടി നമുക്ക് ഫേസ് ചെയ്യേണ്ടി ഇനി തൊട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ LPST കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും നിയമന ശുപാർശകൾ വരുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്ന ഏകദേശം 106 പേർക്കാണ് നമ്മുടെ കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും നിയമന ശുപാർശ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ PSC വാർത്തകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് സർക്കാർ ജോലിയിൽ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ 4ാം ശനിയാഴ്ച അവധി പരിഗണനയിലെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സെക്കൻഡ് സാറ്റർഡേ എപ്പോഴും എന്താണ്, അവധിയാണ് അല്ലേ. അതുപോലെ തന്നെ 4ാമത്തെ ശനിയാഴ്ച അവധി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് സർക്കാർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് പണിമുടക്കിന് അവകാശമില്ല, സർക്കാർ നിയമ നടപടികൾ എടുക്കും എന്നൊക്കെയാണ് അതിൻ്റെ കാര്യത്തിലും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ PSC വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും എത്രയും വേഗം എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഫ്രീ കോഴ്സാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്ലാസ്സും മെറ്റീരിയൽസും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.